2025 ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് നിർണായകമായ ഒരു വർഷമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് സുപ്രധാന വിജയങ്ങളുടെ വർഷമായി. കാറുകളുടെ വിൽപ്പനയിൽ മഹീന്ദ്ര രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചതോടെ വർഷങ്ങളായി രണ്ടാം സ്ഥാനത്തിനായി മത്സരിച്ചു വരുന്ന ഹ്യുണ്ടായിയും ടാറ്റ മോട്ടോഴ്സും പിന്നിലായി. ഇന്ത്യയിലെ വാഹന ഉപഭോക്താക്കളുടെ ഇഷ്ടം SUVകളിലേക്ക് വേഗത്തിൽ മാറുകയാണെന്നതിന്റെ തെളിവായി ഈ പുരോഗതി വിലയിരുത്തപ്പെടുന്നു. ഒന്നാം സ്ഥാനം തുടർച്ചയായി നിലനിർത്തിയിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. സർക്കാരിന്റെ വാഹന പോർട്ടൽ വിവരങ്ങൾ പ്രകാരം 2025 ഡിസംബർ 25 വരെ മാരുതി 17.50 ലക്ഷം വാഹനങ്ങൾ വിറ്റഴിച്ചു. സാധാരണ ജനങ്ങൾക്കിടയിൽ കമ്പനി ഇപ്പോഴും വലിയ സ്വാധീനം ചെലുത്തുന്നതായി ഈ കണക്കുകൾ തെളിയിക്കുന്നു. ഇതിനിടെ മഹീന്ദ്രയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായ ഉൽപ്പന്ന നയമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. SUV വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇലക്ട്രിക് വാഹന രംഗത്ത് മുമ്പില്ലാത്ത വിധം ഇടപെടുകയും ചെയ്യുകയുണ്ടായി ഈ വാഹന നിർമ്മാതാവ്. 2025 മഹീന്ദ്ര 5.81 ലക്ഷം വാഹനങ്ങൾ വിൽപ്പന നടത്തി എന്നാണ് കണക്കുകൾ. 5.52 ലക്ഷം വാഹനങ്ങൾ വിറ്റ ടാറ്റ മോട്ടോഴ്സിനെയും 5.50 ലക്ഷം കാറുകൾ വിറ്റഴിച്ച ഹ്യുണ്ടായിയെയും മറികടന്നാണ് ഈ നേട്ടം. പ്രധാനമായും സ്കോർപിയോ N, സ്കോർപിയോ ക്ലാസിക്, താർ റോക്സ് എന്നിവയാണ് മഹീന്ദ്ര കൂടുതലായി വിറ്റഴിച്ച മോഡലുകൾ. കമ്പനിക്ക് സവിശേഷമായും ഗുണം ചെയ്തത് പ്രീമിയം ഇലക്ട്രിക് വാഹന രംഗത്തേക്കുള്ള ചുവടുവെപ്പാണ്. BE6e, XEV 9e എന്നീ മോഡലുകളുടെ അവതരണത്തോടെ 38,000-ലധികം ഇലക്ട്രിക് കാറുകൾ മഹീന്ദ്ര വിറ്റു. ഇൻഗ്ലോ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വാഹനങ്ങൾ മഹീന്ദ്രയെ വൈദ്യുത വാഹന മേഖലയിലും ശക്തമായ സാന്നിധ്യമായി ഉയർത്തുകയുണ്ടായി. 2025 അവസാന പാദത്തിൽ പുറത്തിറങ്ങുന്ന 7-സീറ്റർ XEV 9s ഈ സാഹചര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. അതേസമയം ടാറ്റ മോട്ടോഴ്സ് 3-ാം സ്ഥാനത്താണ് വർഷം അവസാനിപ്പിച്ചത്. പുതിയ കർവ് മോഡലും പുതുക്കിയ നെക്സോൺ പതിപ്പും അവസാന പാദത്തിൽ ശക്തമായ വിൽപ്പന കൈവരിച്ചു. ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ഇപ്പോഴും ടാറ്റ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വാഹനങ്ങളുടെ വളർച്ച മന്ദഗതിയിലായതോടെ മഹീന്ദ്രയ്ക്ക് മുന്നേറ്റം നേടാനായി. നാളിതുവരെയും 2-ാം സ്ഥാനത്ത് സ്ഥിരത പുലർത്തിയിരുന്ന ഹ്യുണ്ടായി 4-ാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു. SUV കേന്ദ്രീകൃത വിപണിയിലേക്ക് വേഗത്തിൽ പൊരുത്തപ്പെടണമെന്ന സന്ദേശമാണ് ഈ കണക്കുകൾ ഹ്യുണ്ടായിക്ക് നൽകുന്നത്. മൊത്തത്തിൽ 2025 ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായി മാറി എന്ന് വ്യക്തം. SUVകളും ഇലക്ട്രിക് വാഹനങ്ങളും ചേർന്ന പുതിയ ട്രെൻഡുകളാണ് ഇനി ഇന്ത്യൻ റോഡുകൾ നിർണ്ണയിക്കുക എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.